ഹായ് കൂട്ടുകാരെ, ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് ഞാൻ അപ്പുറത്തെ വീട്ടിൽ എൻ്റെ വീട്ടിൽ പോവുകയാണേ. അപ്പം നിങ്ങളും വാ, വീട് കാണിച്ചു തരാം എവിടെയാന്ന്. ഹായ് കൂട്ടുകാരെ, അങ്ങനെ വീട്ടിലെത്തി കേട്ടോ. ഭയങ്കര വണ്ടി പോകുന്നതാണ്, ബസ്സൊക്കെ ഇതിൽ പോകുന്നതാണ്. ഇപ്പോൾ റോഡ് അരികായതുകൊണ്ട് ഭയങ്കര പൊടി. വന്ന് കയറിയപ്പോൾ തന്നെ ഇവിടെ നിറച്ചും പൊടിയാണ്. ഇവിടെ താമസമില്ല എല്ലാവരും. മമ്മീനെ നമ്മൾ വീട്ടിലേക്ക് കൂട്ടിയായിരുന്നു. ഇവിടെ താമസം ഇല്ലാത്തതൊന്നും അപ്പടി പൊടിയാണ്. ഞാനെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് എല്ലാം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് വീട്. എല്ലാം അലങ്കോലമായിട്ട് കിടക്കും, വൃത്തികേടായിട്ട്. താമസമില്ലാത്ത കാരണം അടിച്ചു വാരി ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് അടിച്ചു വാരിയിട്ടിട്ട് പോകും. അപ്പം ഇല്ലാത്ത കാരണം മമ്മീനെ അങ്ങ് വീട്ടിലാവുള്ളത്. ഇതാട്ടോ, ഞാൻ വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം. നമ്മൾ കോറയിലെത്തി. ഇപ്പോൾ കുറച്ച് അവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞ് വന്നു. ഇവിടെ നമുക്ക് കുറച്ച് ചെടികളും കാര്യങ്ങളെല്ലാം നടട്ടെ, അത് കാണിച്ചു തരാം കേട്ടോ. നനച്ചെല്ലാം കഴിഞ്ഞ് ചെടികളെല്ലാം നനച്ച്, റോസയൊക്കെ നനച്ച്. കണ്ടില്ലേ, ഇവിടെ റോസയിലൊക്കെ പൂവുണ്ട് കേട്ടോ, നിറച്ച്. കണ്ടില്ലേ, വള്ളി റോസ പൂവാണ്. പിന്നെ ഇതെല്ലാം നനച്ച് എല്ലാം നനച്ചിനി ആ നേരം കൊണ്ട് ഞാൻ മമ്മീൻ്റെ അടുത്ത് നിന്ന് വന്നപ്പോൾ ഒരു ഇടിച്ചക്ക പറിച്ചുകൊണ്ട് വന്നു. അവിടുത്തെ പ്ലാവിൽ നിന്ന് ഇടിച്ചക്ക മമ്മി അത് ചെത്തി വെച്ചു. ഇനിയിപ്പോൾ അത് കറിയാക്കണം. അത് കറിയാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇന്ന് നട്ടതാണ് ഇതൊക്കെ. പുതിയ ആൾക്കാർ വന്നതാണ്, പുതിയ അതിഥികൾ നമുക്ക്. കണ്ടില്ലേ, ഇനി ഇവരെ ഒന്ന് സുരക്ഷിതമാക്കി കൊണ്ടുവരണം. ഇവരെല്ലാം തളുത്ത് വരുന്നുണ്ട്. വയനാടുകാരവരൊക്കെ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇതെല്ലാം. പപ്പേൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് വയനാടുകാർ, ഇത് നമ്മുടെ തൊണ്ടിക്കാർ. എല്ലാവരും കൂടെ ഒത്തൊരുമയോടെ നിന്ന് പോവുകയാണ്. നമുക്ക് നോക്കാം ആരൊക്കെ ഉഷാറാവുന്നില്ലേ. പള്ളിയിലെ പെരുന്നാളിൻ്റെ പിരിവിന് പോയപ്പം അവിടുന്ന് മേടിച്ചുകൊണ്ട് വന്നു. നമ്മുടെ ഈ സോപ്പ് ലിക്വിഡിൻ്റെ കുപ്പിയാട്ടോ, അതിലാണ് ഞാൻ നിറച്ചേക്കുന്നത്. വേര് പിടിക്കും, ചോട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചട്ടിയിലാക്കാമല്ലോ. കണ്ടീഷൻ മതി അരിഞ്ഞിട്ടില്ല, അതന്നെ വെച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, മമ്മീൻ്റെ അവിടെ പോയപ്പോൾ ചക്ക പറിച്ചുകൊണ്ട് വന്നു. ഇടിച്ചക്ക ഞാൻ ചെടിയും പച്ചക്കറിയും എല്ലാം നനച്ച് എല്ലാം വന്നപ്പോൾ തന്നെ മമ്മി അത് ചെത്തി അരിഞ്ഞ് വെച്ചു. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. ഇതെല്ലാം കൂടി എടുത്തിട്ട് ഞാൻ കുക്കറിലിട്ട പെട്ടെന്ന് പരിപാടി കഴിയില്ല. നേരം കുക്കറിലേക്ക് ഇട്ട് ലേശം മഞ്ഞൾപ്പൊടി ആവിയിട്ട്. അങ്ങനെ ഇടിച്ചക്കയാണ് ഇന്ന് നമുക്ക് തോരൻ വെക്കുന്നത്. അപ്പോൾ ഉപ്പാട്ടോ, ഉപ്പിടണം. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്കിത്. 2 വിസിലാകുമ്പോൾ തന്നെ നമുക്ക് ഓഫാക്കാം. അങ്ങനെ നമുക്ക് വേണ്ട ഇടിച്ചക്കയ്ക്ക് വേണ്ടത് 1 മുറി തേങ്ങ, കുരുമുളക് പൊടി, ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, മറ്റേ കാന്താരി ഇല്ല കേട്ടോ, അതുകൊണ്ടാണ്, വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം സബോള, കരിയാപ്പില, 1 മുറി തേങ്ങ. ഇതെല്ലാം കൂടെ കൂടി നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. പുളിയെല്ലാം കഴിഞ്ഞ് വന്നു. നമുക്ക് നോക്കാം, എന്തോ നോക്കട്ടെ. നന്നായിട്ടായോ കേട്ടോ, നന്നായിട്ട് വെന്തു. അപ്പം ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം, എല്ലാം വേറെ ആക്കിയെടുക്കണം. അതാക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ ചീഞ്ചട്ടി വെച്ചു. ചീഞ്ചട്ടി ചൂടായി കേട്ടോ. ഇനി എണ്ണ ഒഴിക്കാമേ, കുറച്ചെണ്ണ മതി കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ ചക്ക ആവി കയറ്റിയത് ചതച്ചത് ഇങ്ങനെ ആക്കി എടുത്തു കേട്ടോ. എല്ലാം വേർതിരിച്ച് എടുത്തേ, ഇങ്ങനെ ആക്കിയെടുത്തു, കിള്ളിയെടുത്തു. ഇടിച്ചക്ക റെഡി ആക്കിയെടുത്തു. നമുക്കിതിലേക്ക് കടുകണം. കടുകിട്ട് കഴിഞ്ഞിട്ട്
ചെറപറാന്ന് പോട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് അരിയും കുറച്ച് ഉഴുന്നും കൂടെ ഇടുന്നേ. അതിനൊരു ടേസ്റ്റ് കിട്ടാനാണ് കേട്ടോ. ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഉഴുന്നും അരിയും കൂടി ഇടുന്നത്. മൂത്തോട്ടെ, ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് അരപ്പി ചേർക്കാം. ഇനി നമുക്ക് ഈ അരപ്പിടാൻ ഈ എണ്ണയിലേക്ക് അരപ്പൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പിലേക്ക് കുറച്ച് ഉപ്പിടണം. ഉപ്പിട്ടിട്ട് നമുക്ക് അതിനെ കുറച്ചിട്ടെന്ന് വെച്ചാൽ നമ്മൾ പുഴുങ്ങാൻ നേരത്ത് ഇതിനകത്ത് ആവിയായിട്ട് വന്നിട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ താരത്തിനിടാം, ഇടിച്ചക്ക. കരിയാപ്പില ഇടണം. കരിയാപ്പില വന്നപ്പോഴാണ് ഭംഗി വന്നത്, പച്ചപ്പ് വന്നത്. ഉപ്പുണ്ടോ നോക്കട്ടെ ഒന്ന്. അടിപൊളി ഉപ്പൊക്കെ ഉണ്ട്. എല്ലാവരും ഇടിച്ചക്ക തോരൻ വെക്കണം കേട്ടോ. ഞാനിങ്ങനെ വെക്കുന്നത്, എപ്പോഴും വേറെ രീതിയിൽ എങ്ങനെ വെക്കുന്നുണ്ട് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. എനിക്കറിയാവുന്നതും ഞാൻ വെച്ചു. അപ്പോൾ സൂപ്പറായി നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കുരുമുളകിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഫുഡാണ് ഇടിച്ചക്ക തോരനും ചോറും. അമ്മമാർക്ക് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ. താങ്ക് യു. ബൈ.